നമസ്തേ വ്യൂവേഴ്സ്, ഇന്ന് 24 സെപ്റ്റംബർ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഇൻട്രോയുടെ പെർഫോമൻസ് ആണ്. ഞാൻ എടുത്തിരുന്നത് ഷെയർ ടാറ്റ കെമിക്കലിൻ്റെ പെർഫോമൻസ് ആണ്. നമ്മുടെ സോഫ്റ്റ്വെയർ വഴി നമുക്ക് കറക്റ്റായിട്ടൊരു എൻട്രി എക്സിറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളൊരു എക്സാമ്പിൾ വീഡിയോയും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലൈവ് പെർഫോമൻസ്, ലൈവ് ഡെമോൺസ്ട്രേഷൻ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. വാട്സപ്പ് കോൾ സെയിം നമ്പർ തന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനകത്ത് സോഫ്റ്റ്വെയർ നമുക്ക് ഓട്ടോമാറ്റിക്കാണ് കാണിച്ചിരുന്ന സിഗ്നൽസ്, നമ്മളത് കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ, ഇക്വിറ്റീസ്, കമ്മോഡിറ്റീസ്, ഫോറക്സ്, കോമക്സ്, ക്രിപ്റ്റോ ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പം ഇതിനകത്ത് നമുക്ക് സിഗ്നൽ കാണിച്ചിട്ടുമ്പോൾ അത് കൺഫേം ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. കൺഫർമേഷൻ ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ ഒരു വൈറ്റ് കളർ ലൈൻ കണ്ട അത് ഡേ സെപ്പറേഷൻ ആണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ബൈ ആരോ കാണിച്ചു വന്നു. ഗ്രീൻ കളറിലെ ആരോ ആണ് ബൈ ചെയ്യാനുള്ള. അപ്പോൾ ഈ ക്യാൻഡിലാണ് ആ സിഗ്നൽ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എൻട്രി ചെയ്യാനുള്ള പോയിന്റിൽ ഈ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുക്കാവുള്ളൂ. കാരണം നമ്മുടെ സിഗ്നൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജും വരും, സൗണ്ടും കേൾക്കാൻ പറ്റുമേ. ഈ അലേർട്ടിനകത്ത് എഴുതി കാണിച്ചു തരും. അതേ ഡീറ്റെയിൽസ് ഇതിനകത്ത് നോക്കിയാൽ ബൈ അറ്റ് 1037.50 രാവിലെ 9:23 വന്നാണ്. ഇന്നത്തെ ഡേറ്റ് കൊണ്ട് 24/9. കറണ്ട് P&L 13 പോയിന്റ് പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. സ്റ്റാറ്റസിൽ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ക്യാൻഡിലാണ് എൻട്രി ചെയ്യാനുള്ളത്. കാരണം സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ് ഈ കാണിക്കുന്ന ബൈ പ്രൈസ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ എൻട്രി എടുക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ തൊട്ട് താഴത്തൊരു ബാർ കണ്ടോ, ഓരോ ക്യാൻഡിലും ഇതുപോലെ ഓരോ ബാർ ഇങ്ങനെ ഫോം ചെയ്ത് വരും. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ താഴത്ത് ഒറ്റ കാണുള്ളൂ, അത് ഗ്രീൻ കളറിൽ തന്നെ ആയിരിക്കണം. അതുപോലെ പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് കരുതി കാണിക്കണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നോളും. നിങ്ങളത് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യുക. കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് എൻട്രി എടുക്കാം. ഇപ്പം നമ്മൾ സിഗ്നൽ വരുമ്പോൾ തന്നെ ഏറ്റവും താഴത്ത് ടാർഗറ്റ് 3 ടാർഗറ്റും ഇപ്പം 37, 40, 41, 43 3 ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഈ 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. ഇത് സിഗ്നൽ വരുമ്പോൾ തന്നെ ഈ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ വരിക. നമ്മൾ കൺഫേം ആണെങ്കിൽ എടുത്തയച്ചാൽ മതി. അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി. ഈ റെഡ് സ്റ്റാർ വരുന്ന റെസിസ്റ്റ് ചെയ്യുന്നതും താഴത്തെ ബ്ലൂ വരുന്ന സപ്പോർട്ട് ലെവലുമാണ്. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഓവറോൾ ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ടൈം ഫ്രെയിമിൽ എന്ത് ട്രെൻഡാന്നുള്ള കാണിക്കുന്നതാണ്. അതുകൂടാതെ മേലൊരു ബ്ലൂ ലൈനും താഴത്തൊരു ഒരു യെല്ലോ ലൈനും താഴത്തൊരു ബ്ലൂ ലൈനും ഉണ്ട്. അത് റേഞ്ച് ബോർഡ് ഇൻഡിക്കേറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ ക്യാൻഡിലിൻ്റെ മിഡിൽ കൂടെ പോണത് ട്രെൻഡ് ലൈനാണ്. റെഡ് ഗ്രീൻ ലൈൻ ട്രെൻഡ് ലൈനാണ്. പിന്നെ ഈ ക്യാൻഡിലിൻ്റെ ഇടക്കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഫോം ചെയ്യുന്ന കാണാം. അത് ക്യാൻഡിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന സൈഡ് ഇൻഡിക്കേഷൻ. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് എല്ലാ കോമ്പിനേഷൻ എന്താണ് കാണിച്ചു തരുന്നത്, അതായത് സൈഡ് വേസും റെസിസ്റ്റൻസ് സപ്പോർട്ട് ഇതെല്ലാം സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ടാണെങ്കിലും സ്ക്രീനിൽ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈവ് പെർഫോമൻസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നാളത്തെ മാർക്കറ്റ് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടുണ്ട്. കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.